പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത കെ രാധാകൃഷ്ണന് പകരം മാനന്തവാടി എംഎൽഎ OR കേളു മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗം, ആദിവാസി ക്ഷേമ സമിതി നേതാവ് എന്നീ സ്ഥാനങ്ങൾ അനുകൂല ഘടകങ്ങളായി പരിഗണിക്കുന്നു. ഈ ആഴ്ച തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകാനാണ് സാധ്യത. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാകും അന്തിമ തീരുമാനം. നാളെയോ മറ്റന്നാളോ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. കെ രാധാകൃഷ്ണൻ ലോക്സഭാംഗമായതോടെ പുതിയ മന്ത്രിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ CPM-ൽ സജീവമാണ്. മന്ത്രിസഭയിലെ ദളിത് പ്രാതിനിധ്യമായിരുന്ന കെ രാധാകൃഷ്ണന് പകരക്കാരനായി വരുന്നയാളും അതേ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാകും. പുതിയ മന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ സംഘടനാ ശ്രേണിയിലെ സീനിയോറിറ്റിയാണ് CPM പരിഗണിക്കുന്ന ഒരു മാനദണ്ഡം. പാർട്ടിയിലെ ദളിത് MLA-മാരിൽ ഏറ്റവും സീനിയർ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ OR കേളുവാണ്. പട്ടികവർഗ സംവരണ മണ്ഡലമായ മാനന്തവാടിയുടെ പ്രതിനിധിയാണ് OR കേളു. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഇതുവരെ ആരെയും CPM മന്ത്രിയാക്കിയിട്ടില്ല. അതും OR കേളുവിന്റെ അനുകൂല ഘടകമാകുന്നു. CPM-ന്റെ വർഗബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റാണ് OR കേളു. അടിസ്ഥാന വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന് സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ആദിവാസി വിഭാഗത്തിലുള്ള OR കേളുവിനെ മന്ത്രിയാക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇതുമാത്രമല്ല OR കേളുവിന്റെ അനുകൂല ഘടകങ്ങൾ. വയനാട് ജില്ലയ്ക്ക് നിലവിൽ മന്ത്രിസഭാ പ്രാതിനിധ്യമില്ല. അതും കേളുവിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ നാളെയോ മറ്റന്നാളോ മന്ത്രിസ്ഥാനം രാജിവെക്കും. നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജിവെക്കുന്ന ദിവസം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. മന്ത്രിസഭാ പുനഃസംഘടന എപ്പോൾ വേണമെന്ന കാര്യത്തിലും നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയുണ്ടായേക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ മന്ത്രിസ്ഥാനം ഒഴിച്ചിടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. കെ രാധാകൃഷ്ണൻ പാർലമെന്ററി കാര്യമന്ത്രിയായതിനാൽ ആ ചുമതലയും മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും. മന്ത്രിസഭയിൽ പട്ടികജാതി പ്രാതിനിധ്യം വേണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ OR കേളു ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ അന്വേഷണം മറ്റ് ദളിത് MLA-മാരിലേക്ക് നീണ്ടേക്കും. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശാന്തകുമാരി, സച്ചിൻ ദേവ് എന്നിവർ പരിഗണിക്കപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.